ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. ചിക്കൻ എടുക്കുക, അതിനുശേഷം ചിക്കൻ പൊരിക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ എടുക്കുക, എല്ലാത്ത ചിക്കനാണ് എടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാവുന്നതായി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ഉപ്പിടുക കുറച്ച്. ഇനി മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ കറി ഉണ്ടാക്കുക, ചിക്കൻ കറി. ഒരു ചട്ടീനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ കുറച്ച് ഉലുവ ഇടാവുന്നതാണ്. പിന്നെ സവാളയും ജിഞ്ചർ ഗാർലിക്കും കുറച്ച് ഉപ്പും മുളകും, വലിയ നീളത്തിൽ അരിഞ്ഞ മുളകും ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നല്ലോണം വാടി വരട്ടെ. ഇതേപോലെ ആവണം. പിന്നെ ചേരുവകളിടാം: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കാം. പിന്നെ നമ്മളുടെ കഴുകി വെച്ച ഇറച്ചിയെല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കാം. പിന്നെ കുറച്ച് ഉപ്പും ഇടുന്നുണ്ട്. പിന്നെ ചൂടുവെള്ളം ഒഴിക്കാം. ഇനി നമുക്കതൊന്ന് വേവിച്ച് എടുക്കണം. അതിന് വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച ചപ്പാത്തിക്കുള്ള മാവും റെഡി ആയിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയും പരത്തി അത് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ചുട്ടെടുത്ത് ഒടുക്കത്തെ ചൂടും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ വയ്യ. അങ്ങനെ ചപ്പാത്തിയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാറ്റിവെച്ച ചിക്കൻ പൊരിക്കുന്ന ഇത് റെഡി ആയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മാറ്റി വെച്ച ഇതിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊരിക്കാം. നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബൈ.